കർണാടക ദക്ഷിണേന്ത്യയുടെ സമ്പന്നമായ ചരിത്ര സാംസ്കാരിക പൈതൃകവുമായി കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന മഹത്തായ സംസ്ഥാനം. 31 ജില്ലകൾ, 29,340 ഗ്രാമങ്ങൾ, 6 കോടി ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ഭൂമി, സാംസ്കാരിക സമൃദ്ധിയും കാർഷിക പുരോഗതിയും ആധുനിക സാങ്കേതികതയുടെ കേന്ദ്രമായ ബംഗളൂരും, ഇവയെല്ലാം ചേർന്ന് കർണാടകയെ അതുല്യമാക്കുന്നു. എന്നാൽ ഈ സമൃദ്ധിയുടെ നടുവിൽ കടുത്ത ഒരു സത്യം മറഞ്ഞിരിക്കുന്നു. സർക്കാർ റിപ്പോർട്ടുകൾ പ്രകാരം കരാവളിയും മലനാടും പോലെയുള്ള ഉത്തര കർണാടകയിലെ പ്രദേശങ്ങളിൽ മുസ്ലിം സമൂഹത്തിലെ ഏകദേശം 80% പേരും വിദ്യാഭ്യാസത്തിൽ പിന്നാക്കമാണ്. മതവിദ്യാഭ്യാസത്തിന് ശക്തമായ സംവിധാനങ്ങളുടെ അഭാവം. കർണാടകയുടെ ഉത്തരമധ്യഭാഗങ്ങൾ വിദ്യാഭ്യാസത്തിൽ പിന്നാക്കം നിൽക്കാൻ പ്രധാന കാരണം അതാണെന്ന് കരുതപ്പെടുന്നു. ഈ പ്രത്യേക സാഹചര്യമാണ് വിദ്യാഭ്യാസത്തിലൂടെ മുന്നേറ്റം സാധ്യമാക്കാൻ ഒരു പ്രസ്ഥാനം അനിവാര്യമാണെന്ന ചിന്തയിലേക്കു നയിച്ചത്. അങ്ങനെയാണ് ഇഹ്സാൻ പിറവിയെടുക്കുന്നത്. സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ റമദാൻ മാസത്തിൽ ഗ്രാമീണ ദഅവത്ത് ക്യാമ്പയിൻ ആരംഭിച്ചു. അതിന്റെ ഫലമായി 2011 ഇഹ്സാൻ പിറവിയെടുത്തു. ഇഹ്സാൻ എന്നാൽ നന്മ, കരുണ, ദയ എന്നെല്ലാമാണ് അർത്ഥം. വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തെ ഉണർത്തുക എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. ഈ ദൗത്യത്തിനായി പൂർണ്ണമായി സമർപ്പിച്ചവർ ഇഹ്സാൻ ദാഴികൾ എന്നറിയപ്പെട്ടു. ನಮ್ಮ ಕೋಟೆ ಒಳಗೆ ಮೊದಲು ಈ ಅರಬ್ಬಿ ಮದರ್ಸನ ಇದ್ದಿಲ್ಲ. ಇವ್ರು ಮಾಡಿದ್ರಲ್ಲಿಂದ ಭಾಳ ಹುಷಾರಾಗ್ಯಾರೆ ಹುಡುಗರು. ಇಲ್ಲ ಆಡಾಗ ಅತ್ತ ಇತ್ತಾಗ ಹೋಗ್ತಿದ್ರು. ಆಮೇಲೆ ರಂಜಾನ್ ತಿಂಗಳಾಗ ಭಾಳ ಕಷ್ಟ ಮಾಡಿದ್ರು. ಎಲ್ಲ ರೋಜಾದ ವ್ಯವಸ್ಥೆ ಮಾಡಿದ್ರು. ಇಫ್ತಾರ್ ವ್ಯವಸ್ಥೆ ಇಲ್ಲಿ ಕಮಿಟಿಲಿ ಮಾಡಿದ್ರು. ಇಲ್ಲ ಪರವಾಗಿಲ್ಲ, ಹುಡುಗರು ಎಲ್ಲ ಕುರಾನ್ ಯಾಕೆ ಓದ್ತಿದ್ದಿಲ್ಲ ಇಲ್ಲಿ. ಎಷ್ಟು 1.5 ವರ್ಷ ಆಯ್ತು, ಈಗ 1 ವರ್ಷ ಮೇಲೆ ಆಯ್ತು ಮದ್ರಸ ಆಗಿ ಅಲ್ಲ ಸರ್. ആദ്യത്തെ പടികൾ ചെറുതായിരുന്നു, എന്നാൽ സ്വപ്നം വലുതായിരുന്നു. പ്രതിവർഷം റമദാൻ മാസത്തിൽ 100 കണക്കിന് ദാഴികൾ മംഗളൂരിൽ നിന്ന് ഉത്തര കർണാടകയിലെ ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്തു. അവർ മലയാളം, ഉറുദു, കന്നഡ ഭാഷകളിൽ ജനങ്ങളുമായി സംവദിച്ചു. മതവിദ്യാഭ്യാസവും ആധുനിക വിദ്യാഭ്യാസവും നൽകി മുന്നേറ്റത്തിന്റെ വിത്തുകൾ വിതറി. ഈ ചെറിയ തുടക്കത്തിൽ നിന്ന് ഇഹ്സാൻ 12ലധികം ജില്ലകളിലേക്ക് വ്യാപിച്ചു. ഇന്ന് അത് കൊപ്പള, റായ്ചൂർ, ബെള്ളാരി, ചിത്രദുർഗ, ദാവണഗരെ, ശിവമൊഗ്ഗ, തുമകൂർ എന്നിവിടങ്ങളിലെല്ലാം അതിന്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇഹ്സാന്റെ വളർച്ചയിൽ കർണാടക കൾച്ചറൽ ഫൗണ്ടേഷനും അതിന്റെ ആഗോള ചാപ്റ്ററുകളും നിർണായകമായ പങ്കുവഹിച്ചു. UAE, സൗദി അറേബ്യ, ഒമാൻ, യുണൈറ്റഡ് കിങ്ഡം, മലേഷ്യ, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലെ KCF ഘടകങ്ങൾ സാമ്പത്തികവും സാമൂഹികവുമായ പിന്തുണ നൽകി. അവർ ഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. അവ കേവലം കെട്ടിടങ്ങളല്ല, അറിവിന്റെ ക്ഷേത്രങ്ങളും പ്രതീക്ഷയുടെ രശ്മികളും ഭാവി സ്വപ്നങ്ങളുടെ ഭവനങ്ങളുമാണ്. ഹരിഹരയിലെ ദാറുൽ ഉലൂം UAE അബുദാബി സോൺ KCFന്റെ സഹായത്തോടെ മതപഠനവും ആധുനിക വിദ്യാഭ്യാസവും സമന്വയിച്ച് നൽകുന്ന വിദ്യാകേന്ദ്രം. ചിത്രദുർഗയിലെ സീബാറ ഇഹ്സാൻ നോളജ് വില്ലേജ് KCF ബഹ്റൈന്റെ സഹായത്തോടെ 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷയുടെ കേന്ദ്രമായി. ജഗലൂർ, ദാവണഗരെ മാസിൻ ഹെറിറ്റേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് KCF ഒമാന്റെ സഹായത്തോടെ
വിദ്യാർത്ഥികളെ പൈതൃകവും നവീനതയും ഒരുമിച്ച് നൽകി വളർത്തിയെടുക്കുന്ന സ്ഥാപനം. ദാവണഗെറെ നഗരത്തിലെ ഇഹ്സാൻ ഫ്യൂച്ചർ അക്കാദമി മതപഠനവും സാങ്കേതികവിദ്യയും സമന്വയിപ്പിച്ച് വിദ്യാർത്ഥികളെ പുതിയ ലോകത്തിനായി സജ്ജമാക്കുന്ന സ്ഥാപനം. ഹുബ്ബള്ളി സോണിയാഗാന്ധി നഗറിൽ KCF റിയാദ് സോൺ സൗദി അറേബ്യയുടെ സഹായത്തോടെ നടക്കുന്ന മസ്ജിദും മദ്രസയും സമൂഹത്തിലെ കുട്ടികൾക്ക് മാർഗദീപമായി. കൊപ്പള കാരടകി ഫ്യൂച്ചർ അക്കാദമി സൗദി അറേബ്യ അൽ ഖസീം KCFന്റെ സഹായത്തോടെ വിദ്യാഭ്യാസത്തിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന സ്ഥാപനം. കൊപ്പള ജീരാൽ കാൽഗുഡി താജുൽ ഫുഖഹ ഇൻസ്റ്റിറ്റ്യൂട്ട് KCF അജ്മാൻ UAE സഹായത്തോടെ ഭാവിയിലെ പണ്ഡിതരെ വളർത്തുന്ന സ്ഥാപനം. ശിവമൊഗ്ഗ RML നഗർ അൽ ഹിദായ ഇഹ്സാൻ സെന്റർ ಪ್ರದೇಶವಾಸಿಗಳಿಗೆ ಅರಿವಿನ ಬೆಳಿಚ್ಚಂ. ಅಕ್ಷರ ಕ್ರಾಂತಿಯ ಇಹ್ಸಾನ್ ಕರ್ನಾಟಕದ ಒಂದು ಹೆಜ್ಜೆ ಗುರುತಾಗಿದೆ. ಇಹ್ಸಾನ್ ಕರ್ನಾಟಕಕ್ಕೆ ಎಲ್ಲ ರೀತಿಯಲ್ಲೂ ಕೂಡ ಬೆನ್ನೆಲುಬಾಗಿ ಆರ್ಥಿಕ ಸಹಕಾರವನ್ನು ನೀಡುತ್ತಾ ಇರುವ ಕರ್ನಾಟಕ ಕಲ್ಚರಲ್ ಫೌಂಡೇಶನ್ ವಿವಿಧ ಜಿಲ್ಲೆಗಳಲ್ಲಿ 10 ಸಂಸ್ಥೆಗಳನ್ನು ಇವತ್ತು ಬೆಳೆಸಿದೆ. ಈ ಸಂಸ್ಥೆಗಳ ಮೂಲಕ ಇಹ್ಸಾನ್ ಕರ್ನಾಟಕದ ದೊಡ್ಡ ಒಂದು ಕನಸು KCF ಕರ್ನಾಟಕ ಕಲ್ಚರ್ ಫೌಂಡೇಶನ್ ನನಸು ಮಾಡ್ತಾ ಇದೆ. ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಉತ್ತರ ಕರ್ನಾಟಕದ ತುತ್ತ ತುದಿಯ ಬೀದರ್ ತನಕ ಈ ಕಾರ್ಯಾಚರಣೆ ಮುಂದುವರಿಯಲಿದೆ. ಶಿಕಾರಿಪುರ ഇഹ്സാൻ നൂറുൽ ഹുദ ഇൻസ്റ്റിറ്റ്യൂട്ട് KCF നിസ്വ ഒമാൻ സഹായത്തോടെ ഗ്രാമീണ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് അവസരം നൽകുന്നു. ചിത്രദുർഗ ഹിരിയൂരിൽ UAE ദുബൈ സൗത്ത് സോൺ സഹായത്തോടെ നിരവധി സ്ഥാപനങ്ങൾ. തുമകൂർ സിറ KCF UAE ദുബായ് നോർത്ത് സോൺ സഹായത്തോടെ പദ്ധതിയിലിരിക്കുന്ന സ്ഥാപനം. ബെള്ളാരിയിൽ KCF ഖത്തറിന്റെ പിന്തുണയോടെ ഒരു പുതിയ സ്ഥാപനത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇത് ഇഹ്സാൻ കർണാടകയുടെ വിദ്യാഭ്യാസ യാത്രയിലെ മറ്റൊരു ദീപസ്തംഭമായി മാറും. ഇവയ്ക്കു പുറമെ ചിത്രദുർഗയിലെ ഇഹ്സാൻ പ്രീ സ്കൂൾ നൂറുകണക്കിന് കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നു. എന്നാൽ ഇഹ്സാന്റെ കഥ വലിയ ക്യാമ്പസുകളിലോ കെട്ടിടങ്ങളിലോ മാത്രമല്ല. പല ഗ്രാമങ്ങളിലായി ഇഹ്സാൻ ലളിതമായ ഷെഡ് മദ്രസകളും സ്ഥാപിച്ചു. അവ ചെറിയ ഷെഡുകളായിരുന്നെങ്കിലും അവയിൽ ആയിരക്കണക്കിന് കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസ യാത്ര ആരംഭിച്ചു. ഇന്ന് 10,000-കണക്കിന് കുട്ടികൾ ഇഹ്സാന്റെ കീഴിൽ പഠനം നടത്തുന്നു. വലിയ സ്ഥാപനങ്ങളായാലും ചെറിയ ഷെഡുകളായാലും ഇവയെല്ലാം ചേർന്ന് ഇഹ്സാൻ കർണാടകയുടെ കരുത്തായിത്തീരുന്നു. अस्सलामुअलैकुम वरहमतुल्लाहि वबरकातुहू। मैं महबूब पाशा मुतालिम इहसान फ्यूचर एकेडमी कारटगी यहाँ पर दीनों दुनियावी तालीम को बहुत अच्छे अंदाज में हासिल कर रहा हूँ। यहाँ का इंतज़ाम बहुत शानदार है और मैं इस इदारे के अरकान और इहसान कर्नाटका और KCF के ज़िम्मेदारों को बहुत तहे दिल से शुक्रिया अदा करता हूँ। अस्सलामु अलैकुम वरहमतुल्लाह। ಇಲ್ಲಿ ಇಹ್ಸಾನ್ ಕರ್ನಾಟಕ KCF ಅಜ್ಮಾನ್ ಜೋನ್ ಕಡೆಯಿಂದ ಮದ್ರಸಾ ಕಟ್ಟಿದ ನಂತರ ಇಲ್ಲಿ ಮಕ್ಕಳು ಹಾಗೂ ಹಿರಿಯರು ಕೂಡ ಮದ್ರಸಾ ಕಲಿತಾ ಇದ್ದಾರೆ. ಇಲ್ಲಿ ನಮಾಜ್ಗೂ ಕೂಡ ಹಿರಿಯರೆಲ್ಲ ಬರ್ತಾ ಇದ್ದಾರೆ, ಮಕ್ಕಳು ಕೂಡ ಬರ್ತಾ ಇದ್ದಾರೆ. ಇಲ್ಲಿ ಮದ್ರಸಾ ಆದಾಗಲಿಂದ ದೀನಿ ತಾಲೀಮ್ ಚೆನ್ನಾಗಿ ಇಂಪ್ರೂವ್ ಆಗ್ತಾ ಇದೆ. ಈಗ ಹಿರಿಯರು ಕೂಡ ಮದ್ರಸಾಕ್ಕೆ ಬರ್ತಾ ಇದ್ದಾರೆ. ಈಗ ರಬ್ಬಿಲ್ ಅವಲ್ ಶುರುವಾಗಿದೆ,
ದೈನಂದಿನ ದರೂದ್ ಸ್ವಲಾತ್ ಕೂಡ ಹೇಳ್ತಾ ಇದ್ದಾರೆ. 30,000 40,000 ಈಗ ನಮ್ಮ ಹಜರತ್ ಅವರು ಬಂದು ಇಲ್ಲಿ ತುಂಬ ಪರಿವರ್ತನೆ ಆಗಿದೆ. ಮದ್ರಸಾ ಕಟ್ಟಿಕೊಟ್ಟಂಥ KCF ಇಹ್ಸಾನ್ ಕರ್ನಾಟಕದವರಿಗೆ ತುಂಬ ಧನ್ಯವಾದಗಳನ್ನು ತಿಳಿಸುತ್ತೇವೆ. ಇಲ್ಲಿ ನಮ್ಮ ಕೋಟೆಯಲ್ಲಿ ಈ ಮದ್ರಸಾ ಮಾಡಿದ್ರಿಂದ ನಮಗೆ ಬಹಳ ಒಳ್ಳೆಯದಾಗಿದೆ. ನಾವು ಕೂಡ ಹುಡುಗರಿಗೆ ಕಲಿಸ್ತಾ ಇದ್ದೀವಿ. ಅವರು ಬಂದು ಹೇಳ್ತಾಡ ನಾವು ಎಲ್ಲ ಹೇಳಿ ಜಮಾತ್ನವ್ರಿಗೆ ಹೋಗಿ ಹೇಳಿದ್ವಿ, ಹೋಗ್ರಿ ಕಲಿಸ್ರಿ ಅಂತ. ಮುಂಚೆ ನೋಡಿದ್ರೆ ಯಾರಿದ್ದಿಲ್ಲ, ಹುಡುಗರು ಬರ್ತಿದ್ದಿಲ್ಲ. ಬರ್ತಾ 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 ಈಗ 1 ವರ್ಷ ಆತಲ್ಲ, ಈ ಶಾಲೆ ತುಂಬ ತುಂಬಿರ್ತಾವೆ ಹುಡುಗರು. ಯಾವಾಗಲೂ ಬೇಸ್ ಚೆನ್ನಾಗಿ ಹೇಳ್ತಾರ. ಅವಾಗ ಓದಿಕೆ ಮಾಡೋರು ಇದ್ದಿಲ್ಲ. ಈಗ ಹೆಣ್ಮಕ್ಳು ಸ್ವಲ್ಪ ಓದಿಕೆ ಮಾಡ್ತಾರ, ನಮಾಜಿ ಮಾಡ್ತಾರ. ಹೆತ್ತರೆಗೆ ಎದೆ ಕೊಡಲು ಬದ್ಧರಾಗುವ ഇഹ്സാനോത്സവം കഴിവുകളുടെ വേദി. ഇഹ്സാന്റെ നിരവധി നേട്ടങ്ങളിൽ ഏറ്റവും പ്രചോദനാത്മകമായത് ഇഹ്സാനോത്സവം. ഇത് കേവലം ഒരു കലാസാഹിത്യ പരിപാടിയല്ല, വിദ്യാർത്ഥികളുടെ കഴിവുകൾ കണ്ടെത്തി പരിപോഷിപ്പിക്കുന്ന മഹത്തായ വേദിയാണ്. 2025 ജനുവരി 19, 20 തീയതികളിൽ ഇഹ്സാനോത്സവം കൊപ്പളയിലെ ഗംഗാവതിയിൽ അരങ്ങേറി. 100 കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പ്രസംഗങ്ങൾ, ഖുർആൻ പാരായണം, ചർച്ചകൾ, സാംസ്കാരിക പരിപാടികൾ, ഇവയിലൂടെ ഓരോരുത്തരും ഇഹ്സാന്റെ ആത്മാവ് പ്രകടിപ്പിച്ചു. ഈ മഹോത്സവം വിദ്യാഭ്യാസത്തിന്റെയും വിശ്വാസത്തിന്റെയും സാമൂഹിക ഐക്യത്തിന്റെയും യഥാർത്ഥ ആഘോഷമായി മാറി. ഇഹ്സാൻ കർണാടകയുടെ കഥ കെട്ടിടങ്ങൾ പണിയുന്ന കഥയല്ല, ഇത് ജീവിതങ്ങളെ മാറ്റിമറിച്ച കഥയാണ്. ഒരു കുട്ടിയുടെ സ്വപ്നം, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ, ഒരു സമൂഹത്തിന്റെ പുരോഗതി, ഇവയെല്ലാം ഇഹ്സാന്റെ യാത്രയിൽ പ്രതിഫലിക്കുന്നു. കർണാടകയിലെ ഗ്രാമങ്ങളിൽ നിന്ന് ആരംഭിച്ച ഇഹ്സാൻ ഇന്ന് ആഗോള പിന്തുണയോടെ ശക്തമായൊരു പ്രസ്ഥാനമായി വളർന്നിരിക്കുന്നു. എടുത്തുവെക്കുന്ന ഓരോ ചുവടും പുതിയൊരു തുടക്കമാണ്. വിശ്വാസം, അറിവ്, മാനവികത ഇവയെ ആധാരമാക്കി പുതിയൊരു സമൂഹം സൃഷ്ടിക്കുക എന്നതാണ് ഇഹ്സാന്റെ ലക്ഷ്യം. അതിനായുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കൊപ്പള കാരടകി ഫ്യൂച്ചർ അക്കാദമി സൗദി അറേബ്യ അൽ ഖസീം KCFന്റെ സഹായത്തോടെ വിദ്യാഭ്യാസത്തിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന സ്ഥാപനം.